ഹലോ ഗൈസ്, അപ്പൊ നിങ്ങളുടെ ഡൗട്ടാണ് ഞാൻ ഇവരെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകണേ. നമ്മുടെ വർക്കിലെ ഒരു അടിപൊളി സ്ഥലമുണ്ട് ഗൈസ്. അപ്പൊ നമ്മുടെ ബേബിക്ക് ഒരു ഷൂട്ടിന് വേണ്ടി നമ്മൾ വർക്കിലുള്ള ആ ഒരു ഹിഡൻ സ്പോട്ടിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഫാമിലി ആയിട്ട് സോറ പറഞ്ഞ ഇടയ്ക്ക് ഇങ്ങനെയുള്ള ട്രിപ്പൊക്കെ പോകുന്നത് ഭയങ്കര രസമാണ്. അങ്ങനെ ഗൈസ് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് അവസാനം നമ്മൾ എത്തിയിരിക്കുകയാണ്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ഈസി അല്ല ഗൈസ് അവിടെ എത്തിപ്പെടാന്നുള്ളത്. നമ്മൾ മറ്റേ പുഴ, കാട്, അതിമനോഹരമായ സ്ഥലം, അങ്ങനെ നമ്മൾ കുറെ കടന്ന് വേണം പോകാൻ. മറ്റു നേരത്താണ് നമ്മൾ പോയതെങ്കിലും അവിടെ നല്ല തിരക്കായിരുന്നു ഗൈസ്. കാരണം ഈ ഒരു സ്ഥലം സോഷ്യൽ മീഡിയയിലേക്ക് അത്യാവശ്യം വൈറലായതുകൊണ്ട് തന്നെ ഒരുപാട് പേരിലേക്ക് എത്തിയിട്ടുണ്ട്. ഫൈനലി നമ്മൾ എത്തിയിരിക്കുന്ന ഗൈസ് ഇത് തന്നെ ഞാൻ പറഞ്ഞ സ്ഥലം, അതിമനോഹരമായ സ്ഥലം. നമ്മളോട് എത്തിയപ്പോൾ തന്നെ ഓൾറെഡി ഒരു ബേബി ഷൂട്ട് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മളൊരു ഐഫോൺ ഷൂട്ടാണ് പ്രതീക്ഷിച്ചു പോയെങ്കിലും ക്യാമറാമാൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഫോട്ടോസ് ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടി. ബേബിന്റെ ഷൂട്ട് എന്ന പേരിലാണ് വന്നെങ്കിലും ബേബിന്റെ ഉമ്മ നല്ല രീതിയിൽ പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഞാനും ഒരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തു ഗൈസ്. ഇനി എനിക്ക് പറയാതിരിക്കാൻ വയ്യ ഗൈസ്, ഇവരുടെ കപ്പിൾ ഷൂട്ട് ഒരു രക്ഷയില്ലായിരുന്നു. വൻ കോമഡി ആയിരുന്നു. നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. നിങ്ങളൊന്ന് ആലോചിക്കണം ഗൈസ്, ഒരു വീഡിയോ ഷൂട്ടിന് പിന്നിൽ എന്തൊക്കെ കഷ്ടപ്പാടുണ്ടെന്ന് അറിയോ? എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? അങ്ങനെ അവസരം നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഫുള്ള് വെള്ളത്തിലെ എൻജോയ്മെന്റ് ആയിരുന്നു. ഒരു അടിപൊളി അനുഭൂതിയായിരുന്നു ഗൈസ്, ഒന്നും പറയാതിരിക്കുന്നത് തന്നെയാണ്. എന്തായാലും ഗൈസ് ട്രിപ്പ് ഒരു രക്ഷയിലായിരുന്നു. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. ആഫ്റ്റർ എ ലോങ് ഫാമിലി ആയിട്ട് ഭയങ്കര എൻജോയ് ചെയ്തു. നിങ്ങൾ ട്രിവാൻഡ്രത്താണെങ്കിൽ ഈ സ്പോട്ട് ഒരിക്കലും മിസ് ചെയ്യരുത്. ലൊക്കേഷൻ ഡീറ്റെയിൽസ് എന്തെങ്കിലും വേണമെങ്കിൽ എന്റെ ടീമിൽ ചോദിച്ചാൽ മതി. എനിക്ക് അറിഞ്ഞുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഗൈസ് തളർന്നു. ഇനി ഫുഡ് ഇല്ലാണ്ട് ഒരു അടി മുന്നോട്ട് വെക്കാൻ പറ്റില്ല. സോ വർക്കിൽ തന്നെയുള്ള അൽജസീറിൽ കയറിയിട്ട് നമ്മൾ നല്ല അൽഫാം മന്തി കഴിച്ചു. പിന്നെ എന്റെ അലുക്കാക്ക് മട്ടൻ ബിരിയാണി കഴിച്ചു. അപ്പൊ എല്ലാവരും വയറൊക്കെ വീപ്പിച്ചിട്ട് നേരെ വീട്ടിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങിയപ്പോൾ എത്രയുള്ളൂ. ബൈ.